Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാരും ഫുഡ് കഴിച്ചോ? Good afternoon, ma'am. Good afternoon. ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചായിരുന്നോ? റീഡ് ചെയ്തായിരുന്നോ? മൊഡ്യൂൾ 2 നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. നോക്കി. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്നെ കാണാൻ പറ്റുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് മിസ്സേ. പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചാപ്റ്റർ 3 ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. മൊഡ്യൂൾ 2. എല്ലാവരും ടെക്സ്റ്റില് ചാപ്റ്റർ എടുത്ത് വെക്കാം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ നിങ്ങള്. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെ, അതായത് ലബോറട്ടറിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതില് മെഡിക്കൽ ലബോറട്ടറിയുടെ മറ്റൊരു പേര് അതെന്താ? മെഡിക്കൽ ലബോറട്ടറി നമുക്ക് വേറൊരു പേരിൽ എങ്ങനെ വിളിക്കാൻ പറ്റും? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? മെഡിക്കൽ ലബോറട്ടറി ഈസ് ഓൾസോ നോൺ ആസ് ക്ലിനിക്കൽ ലബോറട്ടറി. ഓക്കെ. അതുപോലെ തന്നെ ബയോളജിക്കൽ സ്പെസിമെൻസ്. എന്തൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ്? ബയോളജിക്കൽ സ്പെസിമെൻസ് പറയാമോ? ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ, എക്സെട്ര. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then അടുത്തത് the objectives of a medical laboratory. അതില് what are the main object of a medical laboratory ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ആൻസർ വരിക? പ്രൊവൈഡിങ് എക്സാക്ട് റിസൾട്ട് ആണ് വരിക കേട്ടോ. പ്രൊവൈഡിങ് എക്സാക്ട് റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് ഡിവിഷൻസ്. എത്രയായിട്ട് തരംതിരിക്കാം ലാബ് സർവീസസിനെ? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ദെൻ നമുക്ക് ആ ഓരോ ടേബിളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതില് ക്ലിനിക്കൽ പാത്തോളജിയില് ഹെമറ്റോളജി എന്താണ്? ഹെമറ്റോളജി ഒന്ന് റിവൈൻഡ് ചെയ്തേ. ഹെമറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ ഹിസ്റ്റോപാത്തോളജി.
Histopathology, study of tissue. Then cytology. Study of cells. Okay. Routine pathology എന്താ? Routine pathology. പതിവ് പരിശോധനകളാണ് അല്ലെ, ഡെയിലി ടെസ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ. മൈക്കോബാക്ടീരിയോളജി. മൈക്കോബാക്ടീരിയോളജി എന്താ? സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയ. ഓക്കെ. വൈറോളജി. സ്റ്റഡി ഓഫ് വൈറസ്. ഓക്കെ. മൈക്കോളജി. Study of fungi. Okay. Parasitology. Study of parasites. Okay. Immunology of study of immune system. Okay. Serology. Serology എന്താ? Blood serum. Special antibodies. Special antibodies. Okay. Okay. Then next hierarchy നോക്കണം കേട്ടോ. ഹൈറാർക്കിയില് റെസ്പോൺസിബിലിറ്റീസ് വരാം കേട്ടോ. ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കി വെക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ ജനറൽ സൂപ്പർവൈസർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫ്ലബോട്ടമിസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഹു കൺട്രോൾസ് ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ? ഹു കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ? ആരാ വരിക? ലാബ് ഡയറക്ടർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. MLS-ന്റെ ഫുൾ ഫോം എന്താ? MLS-ന്റെ ഫുൾ ഫോം MLS-ന്റെ ഫുൾ ഫോം എന്താ? പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, മെഡിക്കൽ ലബോറട്ടറി സയൻസ്. ഓക്കെ. Then dash provides supervision of technical and scientific functions of the lab. Dash provides supervision of technical and scientific functions of the lab. Technical supervisor. Okay, very good. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറി. NABL-ന്റെ ഫുൾ ഫോം പറയൂ, ഒന്ന് കമന്റ് ചെയ്തേ. NABL-ന്റെ ഫുൾ ഫോം. NABL.
നാഷണൽ എന്താണ്? നാഷണൽ മാത്രമുള്ളോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുക കേട്ടോ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. എത്ര എണ്ണമാണെന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ എണ്ണം കൊടുത്തിട്ട് ഏത് ടൈപ്പ് ലബോറട്ടറി ആണെന്ന് ചോദിക്കാം. സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയിൽ എത്രയാണ് സാമ്പിൾസ് റിസീവ് ചെയ്യുന്നത്? സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയിൽ up to 100. Okay. Then medium sized or medium sized 101 to 400. Okay. Large sized ആണെങ്കിലോ large sized 401 to 1000. Okay. Very large sized ആണെങ്കിലോ more than 1000. Okay. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കണേ. ദെൻ അടുത്തത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സില് റിക്വസിഷൻ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റിക്വസിഷൻ ഫോം. The requisition form should be finished by the doctor, health worker, requesting the test and sent together with the specimen patient to the laboratory. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. പിന്നെ ലബോറട്ടറി റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കണേ. Then signs and symbols used in a laboratory. എല്ലാ സൈനുകളും നോക്കി വെക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാ സൈനുകളും നിർബന്ധമായിട്ട് നോക്കി വെക്കണം. പെട്ടെന്ന് നമുക്ക് പഠിച്ച് മാർക്ക് കിട്ടാവുന്നതാണ് ഈ സൈനുകൾ എന്ന് പറയുന്നത്. അധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടോ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പോലെ? ഇല്ല അല്ലെ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി അല്ലെ, മാർക്ക് കിട്ടും. യെസ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ സൈനുകളും നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ 2-3 ചോദ്യങ്ങൾ തരാം, ബുക്ക് എടുത്തോളൂ കേട്ടോ. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the requisition form must be filled out by the doctor or dash.
A requisition form must be filled out by the doctor or dash. Then രണ്ടാമത്തെ ചോദ്യം, expand LIS. Expand LIS. Then third question. A very large sized laboratory receives samples from how many patients per day? കുറച്ചു നേരമായി ഷാനി തുടങ്ങിയിട്ട്. ക്വസ്റ്റ്യൻ ഇപ്പോഴാ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാ പറയുന്നത്. A very large sized laboratory receives samples from how many patients per day? ഒന്നുകൂടി പറയാം. A very large sized laboratory receives samples from how many patients per day? The next question. What is the recommended duration for flushing the eyes with water in case of a chemical splash? What is the recommended duration for flushing the eyes with water in case of a chemical splash? Okay. ഉത്തരം അറിയാലോ നിങ്ങൾക്ക്? ഓപ്ഷൻ പറയണോ? അറിയാം. The next question. What is the highest position in the hierarchy chart? What is the highest position in the hierarchy chart? എത്ര ക്വസ്റ്റ്യൻ ആയി? 5. ഓക്കെ, 5 എണ്ണം മതി കേട്ടോ. ലബോറട്ടറി സർവീസ് പ്രത്യേകം അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ ലബോറട്ടറി. നെറ്റ് കട്ടായോ? 5 ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാനിപ്പോ. അപ്പൊ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതാണ്, എത്രാമത്തേതാണ് വേണ്ടത് ആശയ്ക്ക്? 4മത്തേതോ? നാലാമത്തേത് പറയാം. What is the recommended duration of flushing the eyes with the water in case of chemical splash? What is the recommended duration for flushing the eyes with the water in case of chemical splash? Okay. Okay, അപ്പൊ ആൻസർ കമന്റ് ചെയ്തോളൂ. A requisition form must be filled out by the doctor or dash.
ഹെൽത്ത് കെയർ വർക്കർ അല്ലേ, ഹെൽത്ത് വർക്കർ. ഓക്കെ, വെരി ഗുഡ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് LIS അല്ലെങ്കിൽ എക്സ്പാൻഡ് LIS, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. The next question, a very large sized laboratory receives sample from how many patients per day? എത്രയാ? More than 1000 അല്ലേ? Very good. Then അടുത്തത് നാലാമത്തെ ചോദ്യം, what is the recommended duration flushing the eyes with water in case of chemical splash? 20 minutes, at least 20 minutes. Okay. Then അഞ്ചാമത്തെ question, what is the highest position in the hierarchy chart? Lab director. Okay, എളുപ്പമല്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും 5-ൽ 5 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 5 മാർക്ക് ഉണ്ടാവും. യെസ്, ഓക്കെ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഏരിയകളൊക്കെ പഠിച്ചു നോക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും വിടരുത്. ലബോറട്ടറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മുൻഗണന അതിന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതായിരുന്നു അടുത്ത ചാപ്റ്റർ? ലബോറട്ടറി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തത് പിന്നീട്? മോർച്ചറി അല്ലേ? മോർച്ചറി എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? 10ാമത്തെ ആണോ? ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. മോർച്ചറി അതിലെ 3 പാരഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ്, mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigation. Important ആണ്. The രണ്ടാമത്തേത്, a morgue or mortuary, it is used for the storage of dead body, waiting for identification or removal, autopsy, burial, cremation or some other post-death ritual. Then മൂന്നാമത്തേത്, the term morgue is derived from the French word morgue. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. Which means to look solemnly, to defy. കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ 3 പാരഗ്രാഫ് നോക്കി വെക്കുക കേട്ടോ. Then functions of mortuary service, second paragraph note ചെയ്യുക. To keep the dead body unclaimed till the relatives claim and take it away for final disposal. Usually bodies that are not claimed are kept for 72 hours and unless claimed till that period, disposal of the dead body is done in keeping with the existing policy of the hospital and as per the law of land. 72 hours note ചെയ്ത് വെച്ചോളൂ ട്ടോ.
Then നെക്സ്റ്റ് പേജില് നോൺ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ. പിന്നെ COPPയുടെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എന്താണ് COPPയുടെ ഫുൾ ഫോം? ഇത് ചോദിക്കാൻ മറന്നു. നോൺ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസിന് എക്സാമ്പിൾ എന്തൊക്കെയാ? നോൺ മെഡിക്കോ ലീഗൽ ക്യാൻസർ, പിന്നെ ഓൾഡ് ഏജ്, കിഡ്നി ഫെയിലിയർ. ഓക്കെ, വെരി ഗുഡ്. ഇത് ബുക്കിൽ നോക്കിയിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ കാണാതെ പറയുന്നതാണോ? എങ്ങനെയാ പറയുന്നത് നിങ്ങളത്? ബുക്കിൽ നോക്കിയിട്ടാണോ പറയുന്നത്? ആണോ? അല്ല, അറിയാം. വെരി ഗുഡ്. റിവിഷൻ ചെയ്തതാ. ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ. ദെൻ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസ് ഏതൊക്കെയാ? മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസ് മർഡർ, സൂയിസൈഡ്, ആക്സിഡന്റ്, ഓക്കെ ഓക്കെ, പോയിസൺ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, റേപ്പ്. ഓക്കെ. ദെൻ COPPയുടെ ഫുൾ ഫോം എന്ന് പറയാമോ? COPP കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ. Then purpose of medico legal autopsy. അതൊന്ന് നോക്കി വെക്കുക. Purpose of medico legal autopsy. ഓക്കെ. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത് ആരാ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്നത് ആരാ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നിട്ടില്ലേ? ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നത്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നതോ പാത്തോളജിസ്റ്റ് ആണ്. അത് വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങള് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അറിയാം നിങ്ങൾക്ക്, അതുകൊണ്ട് പേടിക്കണ്ട, ടെൻഷൻ ഒന്നും അടിക്കണ്ട, എല്ലാം അറിയാം നിങ്ങൾക്ക്. ഓക്കെ, അത് മനസ്സിലായില്ലേ? മോർച്ചറി സർവീസ് ഓക്കെ അല്ലേ? ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻ തരാം കേട്ടോ. അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് ദ, എഴുതണ്ട, കേട്ടിരിക്കുക, ആൻസർ മാത്രം എഴുതുക. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഏരിയ ഫോർ എ മോർച്ചറി പെർ ബെഡ് അക്കോർഡിംഗ് ടു ദ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്? What is the recommended area for a mortuary per bed according to the committee on plan project? Option തരാം കേട്ടോ.
2, 4 square feet, 6, 8 square feet, 10, 12 square feet, 15, 20 square feet. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാട്ടോ? എഴുതിയിട്ടുള്ളവര് തമ്പ് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Who typically performs a clinical autopsy? Who typically performs a clinical autopsy? ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. The term mortician is used to describe salaried personnel in a dash. ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. The term mortician is used to describe salaried personnel in a dash. ഓപ്ഷൻ വേണമെങ്കിൽ തരാം. വെയിറ്റിംഗ് മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, all of the above. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഓക്കെ. The term mortician is used to describe salaried personnel in a dash. Waiting mortuary, private mortuary, hospital mortuary, all of the above. ഏത് മോർച്ചറിയിലെ സാലറീഡ് പേഴ്സണെയാണ് മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്? എവിടെയാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. The term ante-mortem refers to the period dash. The term ante-mortem. ഓപ്ഷൻ തരാം. After death, before death, during death, during the autopsy. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പറയണം, കൂടി പറയാം. The term ante-mortem refers to the period before death, after death, during death, during the autopsy. Ante-mortem എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിഫോർ ഡെത്ത്, ആഫ്റ്റർ ഡെത്ത്, ഡ്യൂറിംഗ് ഡെത്ത്, ഡ്യൂറിംഗ് ദ ഓട്ടോപ്സി.
എഴുതിയോ? ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ആയിപ്പോ? 4 ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ടേം മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ്? The term morgue is derived from which language? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എഴുതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? റെക്കമെൻഡഡ് ഏരിയ 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ് അല്ലെ? ഓക്കെ, രണ്ടാമത്തെ ആൻസർ എന്താ? ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത് ആരാ? പാത്തോളജിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം മോർട്ടേഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്. എവിടെയാണ്? ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി, വെരി ഗുഡ്. The next one, antemortem. What is mean by antemortem? Before death. Okay. Then last one, the term morgue is derived from which language? French. Okay. അപ്പൊ 5 ക്വസ്റ്റ്യൻ നമ്മളിപ്പോ അതിനെ നിങ്ങൾ ആൻസർ ചെയ്തു. 5 ൽ 5 കിട്ടിയവരുണ്ടോ? 5 ൽ 5 ഉണ്ട്. 4 കിട്ടിയവരുണ്ട്. 3 കിട്ടിയവരുണ്ടോ? 3, 2. ഈ 4ഉം 3ഉം കിട്ടിയവരുടെ ഏത് ഭാഗമാ തെറ്റിപ്പോയത്? ഏതാ തെറ്റിപ്പോയത്? 4ഉം 3ഉം കിട്ടിയവര് ഒന്ന് കമന്റ് ചെയ്യാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യനോ? ആന്റിമോർട്ടം ക്വസ്റ്റ്യൻ കേട്ടില്ല അല്ലെ? തേർഡ് ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ആന്റിമോർട്ടം ആണ് എല്ലാവർക്കും തെറ്റിയത് അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഏതാ? ഏതാണ് നെക്സ്റ്റ് ചാപ്റ്റർ? ലേബർ റൂം.
ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് obstetrics and gynecology services are practiced in almost all of the hospital where obstetrics deals with the process of childbirth. Underline ചെയ്യാം കേട്ടോ. Obstetrics deals with the process of childbirth. Underline ചെയ്തോ. Okay. The next, labor room is also named as birthing unit. അപ്പൊ ചോദിക്കാം, labor room is also known as dash. എന്താ വരിക? ലേബർ റൂമിനെ വിളിക്കുന്ന മറ്റൊരു പേര് ബർത്തിങ് യൂണിറ്റ് കേട്ടോ, ബർത്തിങ് യൂണിറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ആ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് LDR എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. LDRന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. LDR ഫുൾ ഫോം പറയാമോ? ലേബർ ഡെലിവറി റിക്കവറി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, LDR. Then LDRP എന്താ? LDRPയുടെ ഫുൾ ഫോം എന്താ? LDRP ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബർത്തിങ് യൂണിറ്റ്, LDRന്റെ ഫുൾ ഫോം, LDRPയുടെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അടുത്തത് LDR കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. LDR ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. അൺസ്റ്റെറൈൽ സോൺ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, ഡെലിവറി സോൺ ഉണ്ട്. ഈ 3 സോണിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അൺസ്റ്റെറൈൽ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ദെൻ പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം, എക്സെട്ര. ദെൻ ഡെലിവറി സോണില് എന്തൊക്കെയാണ്? സപ്ലൈ റൂം ഉണ്ട്, സ്ക്രബ് സ്റ്റേഷൻ ഉണ്ട്, ഡെലിവറി റൂം ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് നമ്മുടെ ലേബർ വാർഡ് പ്രോട്ടോകോളില് ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഓക്കെ, അതില് ലേബർ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. റേഡിയന്റ് വാർമർ എന്താണെന്ന് നോക്കി വെക്കുക, ഫീറ്റൽ ഡോപ്ലർ നോക്കി വെക്കുക, ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്താണെന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂമും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സെന്റൻസില് obstetrics deals with the process of childbirth അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ലേബർ റൂം ഈസ് ഓൾസോ നെയ്മഡ് ബർത്തിങ് യൂണിറ്റ്. LDRന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കി വെക്കുക, LDRPയുടെ ഫുൾ ഫോം നോക്കി വെക്കുക. പിന്നെ ലേബർ, അതായത് LDR കോംപ്ലക്സിനെ 3ആയിട്ട് തരംതിരിക്കാം. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കി വെക്കുക. ദെൻ ലേബർ വാർഡ് പ്രോട്ടോകോൾസിൽ ലേബർ ടേബിൾ എന്താണെന്ന് നോക്കുക, റേഡിയന്റ് വാർമർ, ഫീറ്റൽ ഡോപ്ലർ, ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ്. അത് 3 നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് 1 ആണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ,
പിന്നെ വേണമെങ്കിൽ ചോദിക്കാം, അതായത് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര സമയമാണ്, അതായത് സൂപ്പർവൈസർ എത്ര തവണ വരുന്നുണ്ട്, ഫെസിലിറ്റി ഇൻചാർജ് എത്ര തവണയാണ് ലേബർ റൂമിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടാവും? അത് ജസ്റ്റ് ഒന്ന് എത്രയാണെന്നുള്ള കാര്യം കൺഫ്യൂഷൻ ആവരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലേബർ റൂമിനോട് ബന്ധപ്പെട്ടിട്ട് 2-3 ക്വസ്റ്റ്യൻ ഞാൻ തരാം, അതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, നോക്കിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ഹൗ ഫ്രീക്വന്റ്ലി ഷുഡ് ദ ലേബർ റൂം ആൻഡ് ഇറ്റ്സ് കണക്ടിംഗ് പാസേജ് ബി ക്ലീൻഡ്? ഹൗ ഫ്രീക്വന്റ്ലി ഷുഡ് ദ ലേബർ റൂം ആൻഡ് ഇറ്റ്സ് കണക്ടിംഗ് പാസേജസ് ബി ക്ലീൻഡ്? ഓപ്ഷൻ തരാം. വൺസ് എ മന്ത്, വൺസ് എ വീക്ക്, അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ, every hour. Okay, രണ്ടാമത്തെ ചോദ്യം. A detailed washdown of the labor room must be done at least. A detailed washdown of the labor room must be done at least twice a month, every day, once a year, twice a week. Okay. Then മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടി പറയാം. A detailed washdown of the labor room must be done at least twice a month, every day, once a year, twice a week. Then മൂന്നാമത്തെ question. At what point should a waste container be cleared for disposal? At what point should a waste container be cleared for disposal? Option തരുന്നില്ല കേട്ടോ, തന്നെ എഴുതുക. ഓക്കെ, ഇത് 3 മതിയാവും, വേറെ വേണ്ട, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, 3 ആൻസർ ഒന്ന് പറയാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കണക്ടിംഗ് പാസേജ്, ലേബർ റൂം കണക്ടിംഗ് പാസേജ് ഒക്കെ എപ്പോഴാണ് വൃത്തിയാക്കേണ്ടത്? ട്വൈസ് എ ഡേ അല്ലേ, ദിവസത്തിൽ 2 പ്രാവശ്യം. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ആണ്. എപ്പോഴാണ് ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ? ട്വൈസ് എ മന്ത് കേട്ടോ, മാസത്തിൽ 2 തവണയാണ് കേട്ടോ. ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ വേണ്ടത് മാസത്തിൽ 2 തവണ. ഓക്കെ, നെക്സ്റ്റ്. At what point should a waste container be cleared for disposal? 3, 4 full അല്ലേ? ഓക്കെ, 3/4 full അങ്ങനെയാണ് ഉത്തരം വരിക അല്ലേ? ഓക്കെ, 3 ശരിയായോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. അപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസ് ഇവിടെ അവസാനിച്ചു കേട്ടോ. മൈക്ക് ഓൺ ചെയ്യാം.
മാം പറഞ്ഞോളൂ. അതായത് ഇപ്പൊ മാം പറഞ്ഞു തന്ന ഈ ക്വസ്റ്റ്യൻസും പിന്നെ ആ ഇമ്പോർട്ടൻസ് പോർഷൻസ് ഒക്കെ മാത്രം നമ്മൾ സ്ട്രെസ് കൊടുത്ത് വായിക്കാൻ മതിയോ? ഇമ്പോർട്ടൻസ് പോയിന്റ്സിന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മോഡൽ വരുന്നത് അതായത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, അതാണ് നോക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന്, അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു പ്രത്യേകം ലബോറട്ടറി സർവീസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഈ 2 ചാപ്റ്റർ ഒരുവിധം വലിയ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ കൂടുതൽ പോയിന്റുകൾ ഉള്ള ചാപ്റ്റർ ആണ് അല്ലെ? നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ എടുത്ത ചാപ്റ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോ. പിന്നെ ഔട്ട് പേഷ്യന്റും ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഇന്ന് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് തന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക കേട്ടോ, അത് നിങ്ങൾ വിട്ടുകളയരുത്. ഇതുവരെ നിങ്ങൾ നോക്കിയിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഓക്കെ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ധാരാളം വരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇനി 10-ാം തീയതിക്ക് ഇനിയും സമയമുണ്ട്. ഇന്ന് തുടങ്ങി പഠിച്ചിട്ടില്ലാത്തവര്, ഇനിയും പഠിച്ചു തുടങ്ങാത്തവര് ഇന്ന് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. വാരി വലിച്ച് പഠിച്ച് കുളമാക്കരുത്. എല്ലാരും കൂടി ഇപ്പൊ തന്നെ പഠിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള രീതിയിൽ പഠിക്കരുത്. എല്ലാരും കൂടി മിക്സ് ആവും. ഇപ്പൊ ഞാൻ മാത്രമല്ല ചാപ്റ്റേഴ്സ് എടുക്കുന്നത്, മറ്റുള്ള ടീച്ചർമാരും ചാപ്റ്ററുകൾ എടുക്കുന്നുണ്ട്. പരസ്പരം മിക്സ് ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ കുറച്ച് സമയം കൊടുത്ത് ഓരോ ഭാഗങ്ങൾ വായിച്ച് തീർക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓരോ ചാപ്റ്റർ എടുക്കുക, അത് വായിക്കുക, ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കാം, എന്നിട്ട് അതിന് ആൻസർ പറയാം. അപ്പൊ തെറ്റില്ല. ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഓപ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരും. ഓപ്ഷൻ ഇല്ലാതെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ആൻസർ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഓപ്ഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ, അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല എന്താണ് എഴുതേണ്ടതെന്ന്. പിന്നെ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളും ഉണ്ട്. അതെ, ഇതുവരെ ആദ്യമായിട്ടല്ലേ എക്സാം എഴുതുന്നേ അല്ലേ? ആദ്യമായിട്ടാണോ? യെസ്. അപ്പോ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പരമാവധി റിലാക്സ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് നോക്കുക. നിങ്ങൾ ഏകദേശം എല്ലാം തറായി കഴിഞ്ഞവരാണ്, എല്ലാവരും അറിയാം. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ഏരിയകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ തന്നിരിക്കുന്നത് പരമാവധി വായിച്ചു പോവുക കേട്ടോ. ഓക്കെ, ആ ലാബോറട്ടറി സർവീസിന്റെ ഇല്ലേ മിസ്സേ, ആ 17-18 ലാബോറട്ടറി സർവീസ് ഇല്ലേ മിസ്സേ? ലാബോറട്ടറി അതിനകത്ത് ആ 17-18 ആ പേജിലത്തെ മിസ് ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് കിട്ടിയില്ല മിസ്സേ. 18 പേജിലേ ഇല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞത് ഏതാണ് കിട്ടിയില്ലായിരുന്നു. അതാണ് പേജ് നമ്പർ 17-18. ഞാൻ നോക്കട്ടെ കേട്ടോ. അതിൽ ആദ്യം ഞാൻ പറഞ്ഞു മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ലബോറട്ടറിയുടെ മറ്റൊരു പേരാണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് സ്പെസിമെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജിക്കൽ സ്പെസിമെൻസ് ഏതൊക്കെയാണെന്ന്, ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ സ്റ്റൂൾ എക്സെട്ര. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് മെഡിക്കൽ ലബോറട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലാബ് ഡിവിഷൻസ് കേട്ടോ. ലാബ് സർവീസിനെ എത്രയായിട്ട് തരംതിരിക്കാമെന്ന് ചോദിക്കാം. 5 ആയിട്ട് തരംതിരിക്കാം. അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ ടേബിളിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹെമറ്റോളജി എന്താണ്, ബാക്ടീരിയോളജി എന്താണ്, അതൊക്കെയാണ് ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം.
ഓക്കെ. മാം അപ്പോ എക്സാം എത്ര മാർക്കിനായിരിക്കും? എക്സാം 100 മാർക്കാണ് കേട്ടോ. പാസ്സാവാൻ എത്ര വേണ്ടി വരും? എന്താണ് പാസ്സാവാൻ എത്ര വേണ്ടി വരും മാം? പാസ്സാവാൻ? അതോ എനിക്ക് കറക്റ്റ് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല കറക്റ്റ് ആയിട്ട് പാസ്സാവാൻ. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. ഫുൾ മാർക്ക് ഉണ്ടാവും. ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ പ്രതീക്ഷ ഞങ്ങൾക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാ. ഫുൾ മാർക്ക് ഉണ്ടാവും കേട്ടോ, പേടിക്കണ്ട. അത്രക്ക് പ്രതീക്ഷ വെക്കില്ല മാം, ഞങ്ങൾ അത്രക്കൊന്നും. ഞാനെടുത്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും, അതെന്റെ ഗ്യാരണ്ടിയാണ്. പേടിക്കണ്ട. അല്ലേ, ഉണ്ടാവില്ലേ? ഞാനെടുത്ത ചാപ്റ്റേഴ്സിൽ ഫുൾ മാർക്ക് ഉണ്ടാവില്ലേ? ഒരു മാർക്ക് പോലും വിട്ടുപോവോ? ഞാൻ കൊണ്ടിട്ട് വരില്ല കേട്ടോ. ശരിയായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ പറയാനുള്ളത് ഇതാണ്, കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ എഴുതുക എക്സാം. വെപ്രാളം പിടിച്ച് എഴുതരുത്. വെപ്രാളം പിടിച്ച് എഴുതി കഴിഞ്ഞാൽ ഉള്ളതും കൂടി പോകും. ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ മാക്സിമം ആ മോക്ക് ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും തന്നെ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എക്സാമിന് ശേഷം കാണാം. Thank you, ma'am. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. Thank you, ma'am. താങ്ക് യു.